നാട്ടുവണ്ടി എത്തി നിൽക്കുന്നത് പൊന്നാനി ഹാർബറിലാണ്. സജീവമാണ് രാവിലെ ഹാർബർ. ബോട്ടുകളൊക്കെ മീനുകളുമായി എത്തിയിരിക്കുന്നു. ഈ ഹാർബറിലേക്ക് ബോട്ട് വിശേഷങ്ങൾ തേടി ഞങ്ങൾ ഇറങ്ങുകയാണ്. രാവിലെ കച്ചവടം തകൃതിയായിട്ട് നടക്കുന്ന സമയമാണ്. ബോട്ടുകളൊക്കെ ഇങ്ങനെ വന്നു നിൽക്കുന്ന സമയം കൂടിയാണ്. അതിനിടയിലാണ് ചൂടുള്ള രാഷ്ട്രീയ വർത്തമാനമായി ഞങ്ങൾ ഈ തുറമുഖത്തേക്ക് ഹാർബറിലേക്ക് എത്തിയിരിക്കുന്നത്. ചേട്ടാ, എങ്ങനെയുണ്ട് നിങ്ങളുടെ പൊന്നാനി? പൊന്നാനി സൂപ്പറാ, സൂപ്പറാ, അടിപൊളി. ഇലക്ഷൻ ടൈം ആണല്ലോ. എന്താണ് മനസ്സിലെ പ്രതീക്ഷകൾ? മനസ്സിലെ പ്രതീക്ഷകൾ എന്നാണ് LDF അധികാരത്തിൽ വരും. വീണ്ടും മൂന്നാം തവണ പൊന്നാനി മുനിസിപ്പാലിറ്റിയിൽ വരും. സംസ്ഥാനത്ത് എങ്ങനെയായിരിക്കും? സംസ്ഥാനത്ത് മൊത്തം LDF തരംഗാണ്. ഫസ്റ്റ് തന്നെ നമ്മൾ കണ്ടില്ല, കണ്ണൂർ എതിരില്ലാതെ തെരഞ്ഞെടുത്തൊരു സംഭവം നമ്മൾ കണ്ടതാ. അപ്പൊ അതിന്റെ ഒരു തുടർച്ചയായിട്ട് വീണ്ടും കേരളത്തിൽ മൊത്തം LDF തരംഗമായിരിക്കും. പൊന്നാനിയിൽ വലിയ വികസനങ്ങളൊക്കെ നടന്നിട്ടുണ്ടോ? ഒരുപാട് വികസനം നടന്നു. ഇപ്പോ 24 കോടി റുപ്യന്റെ ഒരു പദ്ധതി ഹാർബറിൽ നടക്കുന്നുണ്ട്. അപ്പോ അത് ജനങ്ങൾ അത് വിലയിരുത്തുന്നുണ്ട്. പിന്നെ പൊന്നാനെ സംബന്ധിച്ചിടത്തോളം അടുത്ത വർഷം മാത്രമാണ് ഈ പൊന്നാനിൽ വികസനം കൊടുത്തിട്ടുള്ളൂ. ഒരു സാധനം ചൂണ്ടിക്കാണിക്കാൻ മറ്റുള്ള UDFനോ മറ്റൊരിക്കോ പൊന്നാനിലുണ്ടെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ഒരു സാധനം പൊന്നാനി കൊടുക്കുന്നത് LDFന്റെ കാലത്ത് ഇമ്പിച്ചുവാ തൊട്ടിട്ട് പാലോളി, ശ്രീരാമകൃഷ്ണൻ അങ്ങനെ തൊട്ട് ഇപ്പൊ നന്ദകുമാർ വരെ എത്തി. ആ വികസനം ഈ ഇപ്പോഴത്തെ തലമുറ മറക്കൂല. അങ്ങനെയാണോ പൊന്നാനിക്കാർക്ക് പറയാനുള്ളത്? LDF തിരക്കാൻ തന്നെയാണ് ഇവിടെ. LDFനെ ഭരിക്കണം. ആ രീതിയിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. മാറ്റങ്ങൾ ഇപ്പൊ പ്രായമായിരിക്കും കൂട്ടി കൊടുക്കണേ. കച്ചവടമൊക്കെ എങ്ങനെയുണ്ട്? അവിടെ നല്ല കച്ചവടം തന്നെ. നല്ല മീനൊക്കെ നല്ല മീനുണ്ട്. ഇന്ന് രാവിലെ ഇപ്പൊ അത്യാവശ്യമായി. അത്യാവശ്യമായി. എങ്ങനെ പോകുന്നു കാര്യങ്ങളൊക്കെ? കാര്യങ്ങൾ ഉഷാറായി പോകുന്നുണ്ട്. എങ്ങനെയുണ്ട് നിങ്ങളുടെ പൊന്നാനി? എങ്ങനെയുണ്ട്? പൊന്നാനി LDF വയ്ക്കും. ആണോ? ഉറപ്പാ? അത് മാറ്റമൊന്നുമില്ല. ഇല്ല, ഒരു മാറ്റമില്ല. കേരളത്തിലോ? കേരളത്തിൽ മൊത്തത്തില് LDF. നമ്മുടെ മുഖ്യമന്ത്രി എങ്ങനെയുണ്ട്? മുഖ്യമന്ത്രി കുഴപ്പമില്ല. നല്ല മുഖ്യമന്ത്രിയാണ്. എത്ര കിലോ ഉണ്ടാവും? ഇത് 3 കിലോ. 3 കിലോ ഉണ്ടാവും അല്ലേ? എത്ര രൂപയ്ക്ക് തരും? ഇതാ ഇത് കിലോ 650 രൂപ. 650 രൂപ അല്ലേ? ആയിക്കോട്ടെ. എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ? ഉഷാറാണോ? ഉഷാറാണോ? നിങ്ങളുടെ ഹാർബർ എങ്ങനെയുണ്ട്? സൂപ്പറാണ്. അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ സുഖം എടുക്കുന്നതാണ്. ചെയ്യുന്ന ആളാണ്. ഞാൻ നടക്കാൻ പറ്റണം ആണല്ലേ? പൊതുവെ നല്ലൊരു അന്തരീക്ഷമാണോ? പൊന്നാനി എങ്ങനെയുണ്ട്? സൂപ്പറാണ്. വികസനമൊക്കെ നടന്നിട്ടുണ്ടോ? വോട്ട് ചെയ്യാൻ പോകുമ്പോ എന്താ മനസ്സിൽ? CPM തന്നെ ആണോ? മാറ്റമില്ല. പൊന്നാനി എങ്ങനെ ഉണ്ടായിരുന്നു 10 കൊല്ലം? ഉഷാറായിട്ടുണ്ട്. പൊന്നാനി എല്ലാ വികസനം കൊടുത്തിട്ടുണ്ട്. ഹാർബറിൽ അത്യാവശ്യം എല്ലാ വികസനം ഹാർബറിൽ സർക്കാർ കൊടുത്തിട്ടുണ്ട്. എങ്ങനെയുണ്ട് കച്ചവടം? വോട്ടിൽ പോകുമ്പോ എങ്ങനെയുണ്ട്? ബോട്ടിന് കച്ചവടം കാര്യങ്ങളുണ്ട്. എല്ലാം റാത്തായിട്ട് പോകുന്നുണ്ട്. ഉഷാറായിട്ട് നടക്കുന്നുണ്ട്. നിങ്ങളുടെ പൊന്നാനി എങ്ങനെയുണ്ട്? പൊന്നാനി നല്ല ലെവലിൽ പോകുന്നുണ്ട്. മത്സരം കടത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും LDFനാണ് സാധ്യത. നിങ്ങളുടെ ഹാർബറൊക്കെ എങ്ങനെയുണ്ട്? വികസനത്തിന് ഒരു കുറവില്ല കേട്ടോ. അടിപൊളിയാണ്. ചേട്ടാ, എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ ഉണ്ടോ? ആണോ? ഇതെന്ത് മീനാ? ഞങ്ങളെ ഈ ഇലക്ഷൻ കാലത്തെ വിശേഷങ്ങളൊക്കെ അറിയാൻ വേണ്ടി വന്നതാ. എങ്ങനെയുണ്ട് നിങ്ങളുടെ പൊന്നാനി? പൊന്നാനി ഉഷാറാണ്. പൊന്നാനി ഉഷാറാണ്. നിങ്ങൾ നഗരസഭ വികസനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടോ? പിന്നെ ഹാർബറിലോട്ട് സർക്കാർ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടോ? നിങ്ങൾ മത്സ്യത്തൊഴിലാളികൾ പൊതുവെ സന്തോഷത്തിലാണോ? സന്തോഷത്തിലാണ്. എന്താണ് നിങ്ങൾക്ക് ഇപ്പൊ ഈ വോട്ടെടുപ്പൊക്കെ വരുമ്പോ പറയാനുള്ള? എന്താണ്? അങ്ങനെ പ്രത്യേകമായിട്ട് ഒന്നും പറയാനില്ല. നമ്മള് നിഷ്പക്ഷവാദിയാണ്. എന്നാലും നമ്മുടെ മനസ്സിലൊരു ചിന്ത ഉണ്ടാവില്ലേ? അതെന്താണ് അങ്ങനെ ഒരു ആഗ്രഹം? നമ്മളെ ഇതില് LDF വരും. അതെന്താ അങ്ങനെ ചിന്തിക്കാൻ കാരണം എന്താണ്? വേറെ ഏത് പാർട്ടിക്ക് ഇപ്പൊ ഇതുള്ളത്? അതാണ്. രാവിലെ ഇഷ്ടംപടി മീനുകളാണ് കേട്ടോ. ഇതാ അയക്കൂറ കാണാൻ പറ്റുന്നുണ്ട്. അയക്കൂറ, നമ്മുടെ നെമ്മീനില്ലേ, ഇതുണ്ടോ? നല്ല മുഴുത്ത അയക്കൂറ, നല്ല ഗംഭീര മീൻ. പിടക്കണ മീൻ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? ആ സാധനം തന്നെ. കടലിൽ നിന്ന് ഇതാ വന്ന് ഇറങ്ങി നിൽക്കാണ് മൂപ്പരേട്ടാ. ഇതെന്ത് മീനേട്ടാ? എന്താ പേര്? ചോപ്പൻ കോര. ഈ കിളിമീൻ എന്നൊക്കെ പറയുന്ന ആ സാധനമാണോ? അല്ലല്ലേ? അപ്പൊ ചോപ്പൻ കോര എന്ന് പറയുന്ന മീനാണ്. ഈ പൊന്നാനിയുടെ മനസ്സ് പോലെ നല്ല ചുമന്നിരിക്കുന്നല്ലോ. സിൽക്ക് എന്ന് പറയും. സിൽക്ക് എന്ന് പറയും അല്ലേ? നിങ്ങൾ പൊന്നാനിയുടെ മനസ്സ് പോലെ ചുമന്നാണ്. ഉണ്ണിമേരിയോ പേരിലും അറിയപ്പെടും. പിന്നെ ഗ്ലാമർ കണ്ടിട്ടാണ് ഉണ്ണിമേരി എന്ന് പേരിട്ടേക്കുന്നത്. പിന്നെ അടിപ്പെന്ന് പറയും. ഇതാ കൂന്തൾ അല്ലേ? നമ്മുടെ ചെമ്മീൻ അല്ലേ? കൊഞ്ച് അതല്ലേ? കൊഞ്ചാണ്. അങ്ങനെ ഗംഭീരമാണ് കേട്ടോ. രാവിലെ ഹാർബർ സജീവമാണ്. അപ്പോൾ ഈ ഹാർബർ പോലെ തന്നെ പൊന്നാനിയുടെ മനസ്സും ഇങ്ങനെ സജീവ ചർച്ചകളിലാണ്. രാഷ്ട്രീയമൊക്കെ പറഞ്ഞിങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഈ ഹാർബറിൽ നിന്ന് ഞങ്ങൾ തൽക്കാലത്തേക്ക് യാത്ര പറയുന്നു. നമുക്ക് മറ്റൊരിടത്ത് വീണ്ടും കാണാം. ഏതായാലും
നാട്ടുവണ്ടി യാത്ര തുടരുകയാണ്. അപ്പൊ ഞങ്ങൾ പൊക്കോട്ടെ. അപ്പൊ സന്തോഷം. ഈ മീനെ പിടിച്ചു. എല്ലാരും കണ്ടാലും സന്തോഷം. ശരിയാവും.